തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് VSന്റെ അവസാന യാത്രയ്ക്കായി വാഹനമൊരുങ്ങിയിട്ടുണ്ട്. പൂക്കളാൽ അലങ്കരിച്ച വാഹനത്തിൽ VS അച്യുതാനന്ദൻ ആലപ്പുഴയിലേക്ക് പോകും. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് VS അച്യുതാനന്ദൻ്റെ ഭൗതിക ദേഹവും വഹിച്ചുകൊണ്ട് ഉള്ള വിലാപയാത്രയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന KSRTC ബസ്സാണ് ഇത്. VS അച്യുതാനന്ദൻ്റെ ചിത്രം ആലേഖനം ചെയ്ത് മുകളിൽ സമരനായകന് വിട ചിരിച്ചുകൊണ്ടിരിക്കുന്ന VSന്റെ ചിത്രവും അതിനൊപ്പം ഉണ്ട്. പൂക്കളാൽ അലങ്കരിച്ച് വലിയ രീതിയിൽ ഒരു യാത്രയപ്പ് നൽകുവാൻ വേണ്ടി തന്നെയാണ് അനന്തപുരി തീരുമാനിച്ചിരിക്കുന്നത്. പാപ്പനംകോട് വർക്സിലാണ് KSRTC വർക്സിലാണ് ഈ ഒരു ബസ് സജ്ജീകരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ദർബാർ ഹാളിലേക്ക് ഈ ബസ് പുറപ്പെടും. 2 മണിയോടുകൂടിയാണ് VSന്റെ ഭൗതിക ദേഹവും വഹിച്ചുകൊണ്ടുള്ള ഈ ബസ് ഈ തിരുവനന്തപുരത്ത് നിന്ന് ദർബാർ ഹാളിൽ നിന്ന് പോകുക എന്നുള്ളതാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ബസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 26 പേർക്ക് ഈ ബസ്സിനകത്ത് തന്നെ ഇരുന്ന് ഈ ഭൗതിക ദേഹത്തിനൊപ്പം സഞ്ചരിക്കാം. ഒപ്പം മറ്റ് 2 ബസ്സുകൾ കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഒന്നിൽ മാധ്യമപ്രവർത്തകർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈ ബസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഈ നാനാഭാഗത്ത് നിന്ന് വന്ന് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവർക്കെല്ലാം തന്നെ അദ്ദേഹത്തെ VSനെ അവസാനമായ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ഈ ഫ്രീസർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ KSRTC ബസ്സിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. AC ബസ്സാണ്. നമുക്കറിയാം അധികായന്മാർ വിട പറയുമ്പോൾ അനന്തപുരിയിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് യാത്ര അയക്കുവാൻ വേണ്ടി KSRTC വലിയ രീതിയിലുള്ള ഒരു സൗകര്യമുള്ള ബസ്സുകൾ തന്നെയാണ് ഇങ്ങനെ പുഷ്പം കൊണ്ട് അലങ്കരിച്ച് അവർക്ക് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടി ഏർപ്പാട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ബസ്